ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാദമിയുടെ LB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വൈകുണ്ഠം സ്വാമികളെ കുറിച്ചാണ്. വൈകുണ്ഠം സ്വാമികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൈകുണ്ഠം സ്വാമികളുടെ ജന്മദേശം എവിടെയാണെന്ന് പറയുമ്പോൾ വൈകുണ്ഠം സ്വാമികളുടെ ജന്മദേശം എവിടെയാണ്? തിരുനെൽവേലി. എവിടെയാണ്? തിരുനെൽവേലി. ബർത്ത് പ്ലേസ് ഓഫ് വൈകുണ്ഠം സ്വാമികൾ. ആൻസർ എന്താണ്? തിരുനെൽവേലിയാണ്. അതുപോലെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈകുണ്ഠ സ്വാമികളുടെ ആദ്യകാല പേരെന്തായിരുന്നു? മുടിസൂടും പെരുമാൾ. എന്തായിരുന്നു? വൈകുണ്ഠം സ്വാമികളുടെ ആദ്യകാല പേരെന്തായിരുന്നു? മുടിസൂടും പെരുമാൾ എന്നായിരുന്നു. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈകുണ്ഠ സ്വാമികൾ പിന്നീട് പേരെങ്ങനെ മാറ്റി? മുത്തുക്കുട്ടി സ്വാമികൾ. വൈകുണ്ഠം സ്വാമികൾ ഏതു പേരിലറിയപ്പെട്ടു? മുത്തുക്കുട്ടി സ്വാമികൾ എന്ന് അറിയപ്പെട്ടു. മുത്തുക്കുട്ടി സ്വാമികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? വൈകുണ്ഠം സ്വാമികളാണ്. മുത്തുക്കുട്ടി സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വൈകുണ്ഠം സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ ഈസ് നോൺ ആസ് മുത്തുക്കുട്ടി സ്വാമികൾ. അതുപോലെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈകുണ്ഠ സ്വാമികളാണ് 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. വൈകുണ്ഠ സ്വാമി ഫൗണ്ടഡ് സമത്വ സമാജ ഓൺ 1836. 1836 സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠം സ്വാമികളാണ്. അതുപോലെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് അഭിപ്രായപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? വൈകുണ്ഠം സ്വാമികൾ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് അഭിപ്രായപ്പെട്ടതാരായിരുന്നു? വൈകുണ്ഠം സ്വാമികളായിരുന്നു. അതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവും ആര് തന്നെയായിരുന്നു? വൈകുണ്ഠം സ്വാമികൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠം സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. വൈകുണ്ഠ സ്വാമികളാണ് ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി ദക്ഷിണേന്ത്യ കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ ഫൗണ്ടഡ് കണ്ണാടി പ്രതിഷ്ഠ. ഫസ്റ്റ് ഫൗണ്ടഡ് കണ്ണാടി പ്രതിഷ്ഠ ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചതാരാണ്? ഇദ്ദേഹമാണ്. അതുപോലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠം സ്വാമികളാണ്. അതുപോലെ വൈകുണ്ഠ സ്വാമികൾ പറയുകയുണ്ടായി, തിരുവിതാംകൂറിലെ ദിവാന്റെ ഭരണത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു? തിരുവിതാംകൂറിലെ ദിവാന്റെ ഭരണത്തെ ദിവാന്റെ ഭരണത്തെ അനന്തപുരിയിലെ നീചന്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠം സ്വാമികളാണ്. തിരുവിതാംകൂറിലെ ദിവാന്റെ ഭരണത്തെ അനന്തപുരിയിലെ നീചന്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ചു. ആൻസർ എന്താണ്? വൈകുണ്ഠം സ്വാമികളാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച ഭരണമെന്ന് വിശേഷിപ്പിച്ചതാരാണ്? വൈകുണ്ഠം സ്വാമികളാണ്. അതുപോലെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. അതുപോലെ വൈകുണ്ഠ സ്വാമികളാണ് മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. വൈകുണ്ഠ സ്വാമികൾ ഫൗണ്ടഡ് മുന്തിരിക്കിണർ സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കാരണം എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരി കുടിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠം സ്വാമികൾ സ്ഥാപിച്ച കിണറായിരുന്നു ഏത്? മുന്തിരിക്കിണർ. അതുപോലെ വൈകുണ്ഠ സ്വാമികളെ പാർപ്പിക്കുവാൻ വേണ്ടി സ്വാതി തിരുനാൾ നിർമ്മിച്ച ജയിൽ ഏതായിരുന്നു? ശിങ്കാരത്തോപ്പ് ജയിൽ കേട്ടോ. ചൂടുക. വൈകുണ്ഠ സ്വാമികളെ പാർപ്പിക്കുവാൻ വേണ്ടി സ്വാതി തിരുനാൾ നിർമ്മിച്ച ജയിലായിരുന്നു ഏത്? ശിങ്കാരത്തോപ്പ് ജയിൽ. വൈകുണ്ഠ സ്വാമികൾ ആരുടെ ഗുരുവായിരുന്നു? തൈക്കാട് അയ്യാഗുരുവിന്റെ ഗുരുവായിരുന്നു ആര്? വൈകുണ്ഠം സ്വാമികൾ കേട്ടോ. ഗുരു ഓഫ് വൈകുണ്ഠം സ്വാമികൾ. ഡിസൈപ്പിൾ ഓഫ് വൈകുണ്ഠം സ്വാമികൾ. ആൻസർ എന്താണ്? തൈക്കാട് അയ്യാഗുരു. വാസ് ദ ഡിസൈപ്പിൾ ഓഫ് വൈകുണ്ഠം സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനായിരുന്നു ആര്? തൈക്കാട് അയ്യാഗുരു. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കേരളത്തിലെ അവധിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2014 സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ സമരമാണ് ഇത്? നിലവിളി സമരം കേട്ടോ. 2014
വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 അവധിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്തു സമരം നടത്തുകയുണ്ടായി. അതാണെന്ന് നിലവിളി സമരം. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കർണാടക പ്രതിഷ്ഠ നടത്തി. അതുപോലെ വേറെ ഏതൊരു കൂലി വിട്ടുണ്ടെന്ന് പറഞ്ഞാലാണ് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ദുരന്തം ഏതായിരുന്നു? വയനാട് ദുരന്തമായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. 2024 ജൂലൈ 30 എന്ത് നടന്നത്? കേരളത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തമുണ്ടായത് കേട്ടോ. 2024 ജൂലൈ 30 വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ആർമി നിർമ്മിച്ചൊരു പാലമുണ്ട്. ഏത് പാലമാണെന്ന് അറിയുമോ? ബെയ്ലി പാലം. ഏതാണ്? ബെയ്ലി പാലം. ഇന്ത്യൻ ആർമി ബെയ്ലി പാലം നിർമ്മിച്ചത് ആദ്യമായിട്ട് ബെയ്ലി പാലം നിർമ്മിച്ചത് ഏത് ദുരന്തവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? വയനാട് ദുരന്തമാണ്. വയനാട് ദുരന്തമാണ് കേട്ടോ. അല്ല, മുണ്ടക്കൈ ചൂരൽമല കേട്ടോ. ഈ സ്ഥലങ്ങളിലായിരുന്നു എന്ത്? വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ഞാനിവിടെ വന്നത് പുതിയ മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ്. വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക.